ഹലോ ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും നല്ല ടേസ്റ്റായിട്ട് കിട്ടാനും കുറച്ച് ടിപ്സാണ് പറയണത്. ഒപ്പം തന്നെ ഒരുപാടൊക്കെ ഇഡലി ഉണ്ടാക്കി ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അതിനുള്ള അളവും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോയിൽ ഞാൻ 75 ഇഡലിയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു അളവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അധികം ഇഡലിയൊന്നും നമുക്ക് വേണ്ട, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അളവൊന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ദിവസം 2 കമൻറ്റെങ്കിലും അതുപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ ഉപയോഗിക്കുന്ന ഉഴുന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഉഴുന്നാണ്. അപ്പോൾ ആ ഉഴുന്ന് എവിടുന്നാണ് വാങ്ങിക്കാനായിട്ട് കിട്ടുക, ഒരുപാട് സംശയങ്ങൾ. അപ്പോൾ അതൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഒരുപാട് ആളുകൾ ഇത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊന്നുകൂടി കറക്റ്റായി പറയുന്നുണ്ട് കേട്ടോ. ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, വീട്ടിലുണ്ടാക്കുന്ന അളവും ഞാൻ അതിൽ പറയുന്നുണ്ട്, അവസാനമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ 75 ഇഡലി ഉണ്ടാക്കുന്ന അളവാണ് പറയണത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ഇഡലി റൈസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ. 1 കിലോ ഇഡലി റൈസ് ആണ് എടുത്തേക്കുന്നത്. സാധാരണ പച്ചരി ഉപയോഗിച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇഡലി പുറത്തേക്കൊക്കെ കൊടുക്കാൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇഡലി റൈസ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പിലും അതുപോലെ എല്ലാ ഷോപ്പിലും പരമാവധി ഇഡലി റൈസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് 1 കിലോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മഹാരാജ ഉഴുന്നാണ്, സാധാരണ ഉഴുന്നല്ല ഉപയോഗിക്കുന്നത്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഉപയോഗിക്കുമ്പോഴായിട്ട്. സാധാരണ ഉഴുന്നിനേക്കാളും മണികൾക്കെല്ലാം കുറച്ച് വലുപ്പം കൂടുതലുണ്ടാവും. ഇതും എവിടെ നിന്നാണ് വാങ്ങിക്കാനായിട്ട് കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഹോൾസെയിൽ ഷോപ്പിലും മഹാരാജ ഉഴുന്ന് ചോദിച്ചാൽ കിട്ടും കേട്ടോ. അത് 400 ഗ്രാമാണ് എടുത്തേക്കുന്നത്. 400 ഗ്രാം ഉഴുന്ന്, അതുപോലെ തന്നെ ചവ്വരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 100 ഗ്രാം ചവ്വരി, സാബുനരി, ചവ്വരി എന്നൊക്കെ പറയും. അപ്പോൾ 1 കിലോ ഇഡലി റൈസ്, 400 ഗ്രാം മഹാരാജ ഉഴുന്ന്, അതുപോലെ തന്നെ 100 ഗ്രാം ചവ്വരി. ഇതിൽ ഉഴുന്നും അതുപോലെ തന്നെ അരിയും നന്നായി കഴുകി വെള്ളത്തിലിടുക. പിന്നെ ചവ്വരി കഴുകി വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല, അതിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് ഏകദേശം ഒരു 3-4 മണിക്കൂർ എന്തായാലും ഇത് കുതിർന്ന് കിട്ടണം കേട്ടോ. ഒരു 7 മണിക്കെങ്കിലും ഇത് അരച്ച് വെക്കണം. കാരണം നേരം വൈകി 9 മണിക്കൊക്കെ അരച്ച് വെച്ചാലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായി കിട്ടില്ല. 6 മണിക്ക് അരയ്ക്കണം എങ്കിൽ ഒരു 3 മണിക്കെങ്കിലും ഇത് കുതിർത്താനായിട്ട് വെക്കണം. 2:30-3 മണിയോട് കൂടി ഇത് കുതിർത്താനായിട്ട് വെക്കണം കേട്ടോ. പച്ചരി ആദ്യം അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് പച്ചരി കുതിർത്തിട്ടുള്ള വെള്ളമില്ലേ, ആ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് അത് അരച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക, വളരെയധികം കൂടിയ വെള്ളം ഒഴിക്കരുത്. തൊട്ട മേലെ കണ്ട് ഇതുപോലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ. നന്നായി അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് ഒരു വലിയൊരു പാനിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ച് വെക്കണം. 2 ട്രിപ്പായിട്ട് ഞാനിത് പച്ചരി മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത് അരയ്ക്കുന്നത് നമ്മുടെ ഉഴുന്നാണ്. ഉഴുന്നും അരയ്ക്കുമ്പോൾ ഉഴുന്ന് കുതിർത്താൻ ഉപയോഗിച്ചിട്ടുള്ള വെള്ളമില്ലേ, അത് ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇതിലും സാധാരണ വെള്ളം കൂടാനായിട്ട് പാടില്ല. ഇത് അരയുമ്പോഴായിട്ട് നന്നായി ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ഒരു പ്രത്യേക ഒരു മണം, പ്രത്യേക ഒരു ടേസ്റ്റുമാണ് ഈ ഉഴുന്ന് ഉപയോഗിക്കുമ്പോഴായിട്ട്. ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഉഴുന്ന് ഉപയോഗിച്ച് ഉണ്ടാക്കിയാലായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായി കിട്ടും ഉഴുന്നുവട കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഉഴുന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരച്ചെടുത്ത് അതും കൂടെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉഴുന്നും 2 ട്രിപ്പായിട്ട് തന്നെ അരച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ ചവ്വരി നന്നായി കുതിർന്നിട്ടുണ്ടാവും. അതായത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടുമ്പോൾ തന്നെ നമ്മൾ ചവ്വരി വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് അരഞ്ഞ് കിട്ടില്ല. ചവ്വരിയും കൂടെ നന്നായി അരച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്, കാരണം അത് പൊന്തി പോകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു പാത്രം, വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കൈ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കുക കേട്ടോ. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഒരു 6 മണിയാകുമ്പോൾ നന്നായി പൊന്തിയിട്ടുണ്ടാവും. 200-400 ഇഡലിക്ക് ഓർഡർ കിട്ടിയാലായിട്ട് ഇത് നേരത്തെ കൂടെ കലക്കി വെക്കണം. കാരണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ട സമയം കൂടെ കറക്റ്റ് ആയിട്ട് തലേ ദിവസം അത് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക. അതുപോലെ തന്നെ അരച്ച് വെക്കുമ്പോൾ കുറച്ച് നേരത്തെ കൂടെ ഒരു 4:30-5 മണിയോട് കൂടി അരച്ച് വെക്കുക. എന്നെങ്കിലാണ് നമുക്ക് നേരത്തെ കൂടെ ഒരു 4:30 കൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇഡലിയൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഇഡലി തട്ട് നന്നായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാലായിട്ട് ഇഡലി പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും കേട്ടോ. അധിക സമയം വെയിറ്റ് ചെയ്യേണ്ട. പിന്നെ ഒട്ടിപ്പിടിക്കുക, സൈഡിലായിട്ട് ഒട്ടിപ്പിടിക്കുക, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കിട്ടും. ഇതാ കണ്ടില്ലേ, ഉണ്ടാക്കിയെടുത്തപ്പോൾ കുറച്ച് മാവ് ഒഴിച്ചാലും ഇഡലി ഇങ്ങനെ പൊന്തി വരും കേട്ടോ. കണ്ടില്ലേ, അത്രയും ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഡലി മാവ് ഒഴിക്കുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചാൽ മതി, കാരണം നന്നായി ഇത് പൊന്തി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ 75 ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള ഒരളവാണ് പറഞ്ഞത്. 75 ഇഡലിക്ക് 1 കിലോ ഇഡലി റൈസ്, അതുപോലെ 400 ഗ്രാം മഹാരാജ ഉഴുന്ന്, 100 ഗ്രാം ചവ്വരി കേട്ടോ. അത്രയാണ്. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് സാധാരണ നമ്മൾ വളരെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-20 ഇഡലിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്രയാണ് വേണ്ടതെന്നും കൂടി അതും കൂടെ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഒരുപാട്
പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓരോ കമൻറ്റിനും അടിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. കമൻറ്റിൻ്റെ അടിയിൽ തന്നെ ഞാൻ അളവ് കറക്റ്റായി പറയുന്നുണ്ടായിരുന്നു. കുറച്ച് ഇഡലി ഉണ്ടാക്കുന്ന അളവ് കറക്റ്റായിട്ട് ഞാൻ അതിൽ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോഴും കമൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾ ഏതാണോ അളവ് ഗ്ലാസ് എടുക്കുന്നത് അത് ഉഴുന്നെടുക്കാനും അതുപോലെ ചൊവ്വരി എടുക്കാനും ഒക്കെ അതേ അളവ് ഗ്ലാസ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ സാധാരണ പച്ചരി എടുത്താലും ഇതിൻ്റെ ടേസ്റ്റിനും അത്ര വലിയ ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. സാധാരണ പച്ചരി എടുത്താൽ മതിയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ പച്ചരി എടുത്താൽ മതി. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി അതുപോലെ തന്നെ 3/4 ഗ്ലാസ് ഉഴുന്ന്, മഹാരാജ ഉഴുന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 3/4 ഗ്ലാസ് ഉഴുന്ന് അതുപോലെ തന്നെ 1/4 ഗ്ലാസ് ചവ്വരി അത്രയും മതി കേട്ടോ. അപ്പോൾ അരി ഉഴുന്നും കഴുകി വെള്ളത്തിലിടുക, ചവ്വരി കുതിർത്ത് വെക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഒരു 3.5 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്ത് വെക്കുക. നേരത്തെ കൂടി അരച്ച് വെക്കണം. അപ്പോഴാണ് നമ്മൾ ഇഡലി കറക്റ്റായി പൊങ്ങി കിട്ടുള്ളൂ, ടേസ്റ്റും കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഏകദേശം 20-25 ഇഡലി വരെ നമുക്ക് ഈ അളവ് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഈ മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശയും കൂടി ഉണ്ടാക്കിയെടുത്ത് നോക്കുക, അത്രയും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള ദോശയെ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരി ആദ്യം അരച്ചെടുക്കുക, പച്ചരി ആദ്യം അരച്ചെടുക്കുക. ആ വെള്ളം ഉപയോഗിച്ച് തന്നെ അരി കുതിർത്ത വെള്ളം അതേ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ പച്ചരി അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഉഴുന്ന് അരച്ചെടുക്കുക. ഉഴുന്ന് കുതിർത്താനായി ഒഴിച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല, അത് തന്നെ ഉപയോഗിച്ചിട്ട് ഉഴുന്ന് അരച്ചെടുക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം, എന്നെങ്കിലാണ് നമ്മൾ ഇഡലി നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ, നന്നായി പൊങ്ങി വരുള്ളൂ. അപ്പോൾ ദേ ഉഴുന്നും കൂടി അരച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ചവ്വരിയും കൂടി അരച്ച് ഒഴിക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായി കലക്കി വെക്കുക. ഉപ്പിട്ടിട്ട് തലേദിവസം ഉപ്പിട്ടിട്ട് നമ്മൾ കലക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ ബബിൾസ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് സൂപ്പറായി ഇഡലി ഉണ്ടാക്കി എടുക്കുക കേട്ടോ. തലേദിവസം ഉപ്പിട്ട് വെക്കണതാണ് നല്ലത്. ഇനി എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് നന്നായി കൈവച്ച് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. നേരം വെളുക്കുമ്പോൾ നന്നായി അത് പൊന്തി വന്നിട്ടുണ്ടാവും. നല്ല ഇഡലി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാനായിട്ട് കിട്ടില്ലേ ഇഡലി, അതേ ഇഡലി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് പേരുടെ സംശയം തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അളവൊന്ന് പറയുമോ, മെസ്സേജ് ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഡലിയുടെ ഈ കൂട്ട് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ സ്വന്തം മിനി ചേച്ചിയാണ്, ഞങ്ങളുടെ റിലേറ്റീവാണ്. ആ ചേച്ചി ഇത് ബിസിനസ്സായി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇഡലിയൊക്കെ ചേച്ചിയുടെ വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഇഡലിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ മഹാരാജ ഉഴുന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉഴുന്നുവടയും ചേച്ചി ബിസിനസ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, വേറെ എവിടെയും കിട്ടാത്തൊരു ടേസ്റ്റാണ് ചേച്ചിയുടെ ഉഴുന്നുവടയ്ക്ക്. അപ്പോൾ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരു താങ്ക്സും കൂടി പറയാണ്. നമ്മുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയൊക്കെ തടവി നന്നായി ചൂടാവട്ടെ ഇഡലി തട്ടി എന്നിട്ട് ഒഴിക്കുക കേട്ടോ. വേവിക്കുമ്പോൾ എപ്പോഴും നല്ല തീ കൂട്ടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇഡലി പെട്ടെന്ന് പൊന്തി കിട്ടും, നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. കണ്ടില്ലേ, നോക്ക്, നല്ല അടിപൊളിയായിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലും ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പേടിച്ച് നിൽക്കണ്ട. എന്തായാലും നിങ്ങൾ ചെറിയ അളവിലൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയ അളവ് ഞാൻ കറക്റ്റായി പറയുന്നുണ്ട്, ധൈര്യമായിട്ട് ചെയ്തോളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, ഉണ്ടാക്കിയെടുത്ത് എല്ലാവരും നല്ല കമൻറ്റ് തന്നെയാണ് ഇട്ടേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.